യെസ് ഗൈസ്, നമ്മളെല്ലാവരും റൂമറായി കണ്ടത് ഒഫീഷ്യലായി കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുകയുണ്ടായി. അലക്സാണ്ടർ കൊയ്ഫ് എന്ന ഡിഫൻഡർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. അത് ഒരു വർഷത്തിൻ്റെ കരാറടിസ്ഥാനത്തിൽ. ഈ ഒരു താരത്തെ പറ്റി പറയുകയാണെങ്കിൽ വലിയ പല ലീഗുകളിലും അതുമാത്രമല്ല വലിയ കുറേ എക്സ്പീരിയൻസുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. സോ വലിയ വമ്പൻ താരങ്ങൾക്കെതിരെയും താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. സോ അത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പണ്ട് ബക്കാരെ കോനയുടെ സ്ഥിതിയും ഇങ്ങനെയായിരുന്നു. വലിയ പ്രൊഫൈലുള്ള താരമായിരുന്നു, പക്ഷെ ഇവിടെ കാര്യമായി സക്സസ് ആവാൻ സാധിച്ചില്ല. ബട്ട് ഗൈസ്, ഓൺ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രൊഫൈലുള്ള താരം തന്നെയാണ്. സോ ഇവിടെ ഇനി സക്സസ് ആവുമോ ഇല്ലയോ എന്ന് സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുമാത്രമല്ല, റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം ടീമിന്റെ കൂടെ ചേരുന്നതായിരിക്കും. പക്ഷേ കുറച്ച് അഡീഷണൽ ആയിട്ട് ഒരു ഒഴിവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാരണം ചില പേഴ്സണൽ റീസൺസ് കാരണം. കൊയ്ഫിനാകട്ടെ 320+ കരിയർ അപ്പിയറൻസ് ഉണ്ട് ബിഗ്ഗസ്റ്റ് ലീഗുകളിൽ. അതുമാത്രമല്ല 25 ഗോൾ കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. നമ്മുടെ ഫ്രാൻസിൻ്റെ നാഷണൽ ടീമിൻ്റെ പല ഏജ് ഗ്രൂപ്പ് ലെവൽസിലും ഇദ്ദേഹം ആ ഒരു ടീമിൽ ഉൾപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹം വന്നതിന് ശേഷം നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അലക്സാണ്ടർ തീർച്ചയായും വലിയ എക്സ്പീരിയൻസും അതുമാത്രമല്ല ക്വാളിറ്റിയും നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരും. അതുമാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളൊരു ലീഡർഷിപ്പാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കരോളിസ് പറയുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, അലക്സാണ്ടർ കൊയ്ഫ് ക്ലബിൻ്റെ ബിഗ്ഗസ്റ്റ് ഫോറിൻ സൈനിങ് ആണ് ഈ ഒരു സീസണിലെ നോവ സദോയ്ക്ക് ശേഷം. എന്തായാലും മറ്റുള്ള താരങ്ങളും എല്ലാവരും വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ സീസൺ തുടങ്ങുമ്പോൾ നമുക്കറിയാം താരത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.